नहमदुहु व नस्तईनुहु व नुमिनु बिहि व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व नशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मद व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मद व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न अस्तक़ल कलामि कलामुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लाला व कुल्लु ज़लालतिन फिन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्न इल्ला व अंतुम मुस्लिमून। സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർക്കിടയിൽ വളരെ അടുപ്പത്തിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഭിന്നതകൾ ഉണ്ടായാൽ അവരായിരിക്കും പിന്നീട് ഏറ്റവും കൂടുതൽ അകൽച്ചയിൽ ജീവിക്കുന്ന ആൾക്കാരായി മാറുക. ഇപ്പൊ രണ്ട് കുടുംബത്തിലെ വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന രണ്ട് കുടുംബാംഗങ്ങൾ, അവർക്കിടയിൽ എന്തെങ്കിലും ഭിന്നതകൾ വന്നാൽ രണ്ട് ചങ്ങാതിമാർ 10-15 വർഷം ഒരേപോലെ ഒരേ സന്തോഷങ്ങൾ പങ്കിട്ടു പോയ ജീവിച്ച കൂട്ടുകാർ തമ്മിൽ എന്തെങ്കിലും തെറ്റുകൾ പരസ്പരം ഉണ്ടായാൽ അവർക്കിടയിലുണ്ടാകുന്ന പിന്നീട് വരുന്ന അകൽച്ചയുടെ ആഴം, പരപ്പ് വളരെ വലുതായിട്ടാണ് കാണുക. ആളുകൾ പറയും, പറയാൻ പാടില്ലെങ്കിലും പറയും, ആരോട് ഞാൻ സലാം പറഞ്ഞാലും, ആരോട് നിങ്ങൾ എന്നോട് മിണ്ടാൻ പറഞ്ഞാലും, ആരുമായിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞാലും അവനോട്, അവളോട്, അവരോട് ഇല്ലാന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ അങ്ങനെ പറയും ആളുകൾ. അതിന് കാരണം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന അകൽച്ച അത്രമാത്രം ആഴത്തിലുള്ള മുറിവാനുണ്ടാക്കുക എന്നതാണ്. എങ്കിൽ അള്ളാഹുവിന്റെ ദീൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ, ഖുർആനും ഹദീസും ഇങ്ങനെ വായിക്കുമ്പോഴേ ഈ ദുനിയാവിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായും മനസ്സറിഞ്ഞും ഇഷ്ടപ്പെട്ടിരുന്ന, സ്നേഹിച്ചിരുന്ന ചിലരെങ്കിലും പരലോകത്ത് വെച്ച് കൊടിയ ശത്രുക്കളായി മാറുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നു. നമ്മൾ ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതുമായൊരു ഭാഗമാണ്. മരിക്കുന്നത് വരെ അവർ ജീവിതത്തിൽ ഏറ്റവും വലിയ ചങ്ങാതിമാരാണ്, ഇഷ്ടക്കാരാണ്. പക്ഷേ അതേ ആൾക്കാര് പരലോകത്തെത്തുമ്പോൾ കഠിന ശത്രുക്കളായി, അങ്ങേയറ്റത്തെ വെറുപ്പോടെ, പരസ്പരം കാണാൻ ഇഷ്ടമില്ലാതെ, കണ്ടുമുട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുമാറ് കഠിനമായ വിരോധമുള്ള ശത്രുക്കളായി മാറുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നു. അതിലേറ്റവും പ്രധാനമായ 1-2 ഇന്ന് നമ്മൾ ഖുത്ബയിൽ പറയുന്നത്. ഒന്നാമത്തേത് ചില കൂട്ടുകാരാണ്, ചില കൂട്ടുകെട്ടാണ്. ഖുർആനിന്റെ ആയത്ത് ഇപ്രകാരമാണ്: അൽ അഖില്ലാഉ, ചങ്ങാതിമാർ, ഫ്രണ്ട്സ്, യൗമഇദിൻ ബഅലുഹും ലിബഅലിഹിം അദുവ, പരലോകത്ത് വെച്ച് അവർ പരസ്പരം ശത്രുക്കളാകും. ദുനിയാവിൽ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയവർ പ്രായമുള്ളവരിൽ ഉണ്ടാകും, സ്ത്രീകളുണ്ടാകും, വിദ്യാർത്ഥികളിൽ ഉണ്ടാകും, കുട്ടികളുണ്ടാകും, യുവാക്കളിൽ ഉണ്ടാകും.
അവരവരുടെ പ്രായത്തിനനുസരിച്ച് തങ്ങളുടെ കൂട്ടുകാരിൽ ചിലർ, അള്ളാഹുവിന്റെ വാക്ക് അൽ അഖില്ലാഉ, ആ ചങ്ങാതിമാർ പരസ്പരം, ബഅദുഹും ലിബഅദിഹിം അദു, അവർ പരസ്പരം ശത്രുവായിട്ട് തീരും. ഇല്ലൽ മുത്തഖീൻ, പരസ്പര തഖ്വയുള്ള കൂട്ടുകാരൊഴികെ. സഹോദരങ്ങളെ, നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ രണ്ട് വിധം കൂട്ടുകാരുണ്ട്. ഒന്ന്, നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ പങ്കുകൊള്ളുമ്പോഴും ഭക്ഷണം കഴിക്കാൻ, യാത്ര പോകാൻ, തമാശകൾ പറയാൻ, ഇതിനൊക്കെ നമ്മൾക്ക് കൂട്ടുകാരുണ്ടാവും. അതേ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടെ ഉണ്ടാകും. ദീനിയായ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയവരുണ്ടാകും. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുമ്പോടാ വേണ്ടടാ, അത് നമുക്ക് ഒഴിവാക്കടാ എന്ന് പറയാൻ പോലുണ്ടാകും. ഹറാമായൊരു കാര്യത്തിൽ അത് ചെയ്യൽ മോശാനടാ എന്ന് പറയാനുണ്ടാകും. നന്മയുടെ കാര്യത്തിൽ ഷെയർ ചെയ്യാൻ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം കൂട്ടുകാരുണ്ട്. അവർ കമ്പനിയാകുന്നത് തന്നെ ഹറാമിന് വേണ്ടിയിട്ടായിരിക്കും. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ കേൾക്കാനും, അതാരും കാണാതെ ചെയ്യാനും, അതാരും കാണാതെ കാണുവാനും, അള്ളാഹു നിരോധിച്ച പാനീയങ്ങൾ ആരും അറിയാതെ ആർക്കും കിട്ടാത്തൊരു സ്ഥലത്ത് പോയിട്ട് കമ്പനിയായിട്ട് കുടിക്കാനും, പടച്ചോൻ നിരോധിച്ച കാര്യങ്ങൾ രഹസ്യമായി ചെയ്യാനും ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടാകും. ചിലപ്പം പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞ കമ്പനി ആയിരിക്കും നാട്ടിൽ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ട് ആളുകൾക്ക് തോന്നുക. ഓലൊരിക്കലും പിരിയിലട്ടോ, ഓല് ഭയങ്കര കമ്പനിയാട്ടോ, ബാക്കി ആരെ പറഞ്ഞാലും ഓല് തമ്മിൽ അങ്ങനെ ആകൂലട്ടോ, ഈ നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്നത് അവരായിരിക്കും. പക്ഷെ അള്ള പറയാൻ, അവര് നാളെ പരലോകത്ത് കൊടിയ ശത്രുക്കളായിട്ട് അള്ള പരലോകത്ത് കൊണ്ടുവരും. ആദ്യത്തെ വിഭാഗമോ കളികളും തമാശകളും രസങ്ങളും ഒക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെ പടച്ചോൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടി അവർ ഒരുമിച്ച് കൂട്ടുകാരാണെങ്കിൽ, അവരുടെ പ്രായത്തിനനുസരിച്ച് കൂട്ടുകാരാണെങ്കിൽ, പ്രവാചകന്റെ ഹദീസ് എന്താ അറിയോ? ലൗ അന്ന റജുലൈനി തഹാബ്ബാ ഫില്ലാ, രണ്ട് ചങ്ങാതിമാർ, അവര് പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള കൂട്ടുകെട്ടാണ്. അഹദുഹുമാ ബിൽ മശ്രിഖ് വൽ ആഖറു ബിൽ മഗ്രിബ്, ഒരാള് പടിഞ്ഞാറിലും മറ്റൊരാൾ കിഴക്കിലുമാണുള്ളതെങ്കിൽ, ചില ആൾക്കാർ ഓൺലൈനിലായിരിക്കും ഫ്രണ്ട്സ് ഉണ്ടാകുക, നല്ലവരായിരിക്കും, പക്ഷെ അവർ തമ്മിൽ സംസാരിക്കുന്ന ഇടപെടലുകൾക്ക് നന്മയാണെങ്കിൽ അവർ അള്ളെന്ത് ചെയ്യുന്നറിയോ? ലജമഅ അല്ലാഹു ബൈനഹുമാ യൗമൽ ഖിയാമ, പരലോകത്ത് അല്ലാഹു അവർ ഒരുമിച്ച് കൂട്ടും. സ്വർഗത്തിലും അള്ളാഹുവിന്റെ മുന്നിലും അവർ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് യഖൂലു ഹാദല്ലദീ അഹ്ബബ്തഹു ഫിയ, ഇവനാണ് നീ എന്റെ പേരിൽ ഇഷ്ടപ്പെട്ടയാൾ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. നല്ല ചങ്ങാതിമാരെ സ്വർഗത്തിലും അള്ളാഹു ഒരുമിപ്പിച്ചു ചേർക്കും. എന്നാൽ ചീത്തവരെയോ ഹറാമിന്റെ പേരിൽ കമ്പനിയായവരെയോ സഹോദരങ്ങളെ, അവർ പരലോകത്ത് ശത്രുവാകുന്നു പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച നാട്, നമ്മളെ വാപ്പ അമ്മ മദ്രസ പള്ളിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു കാലം വരെ നല്ലോരായിരിക്കും. ഞാൻ നമ്മളൊക്കെ ഉൾപ്പെടുത്തി പറയാൻ നല്ലോരായിരിക്കും. ഇപ്പൊ +2 വരെ ഒരു കുട്ടി നിസ്കരിക്കുന്നുണ്ടാവട്ടോ, അവിടെ മുതൽ അവൻ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കൂട്ടുകെട്ടോ ഒരു ചങ്ങാതി ഉണ്ടാവും. എന്താങ്ങായി, വേറെ പണിയില്ലെങ്ങായി, എന്താ ചങ്ങായി, എനക്കെന്താ തീരെ അന്തല്ലെങ്ങായി, എപ്പോഴും നിസ്കരിച്ച് കാലാകാലം നിസ്കരിക്കാൻ, ഇത് പറഞ്ഞിട്ട് അവിടെ നിർത്തിയോണ്ടാവും. സഹോദരങ്ങളെ, ആ നമ്മളെ നിസ്കരിക്കാത്തതിന്റെ പേരിൽ പരലോകത്ത് വിചാരണക്ക് എടുക്കാന്ന് വെച്ചോളിൻ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ പരലോകത്ത് കാഫിറായി വിചാരണയ്ക്ക് വിധേയമാകുമ്പം അള്ളാഹ് നമ്മോട് പറയും, നിന്റെ 18ാമത്തെ വയസ്സ് വരെ നീ മുസ്ലിമായിരുന്നു, നിനക്ക് സ്വർഗം ഉണ്ടായിരുന്നു, 18ാമത്തെ വയസ്സിൽ നീ മരിക്കുകയാണെങ്കിൽ സ്വർഗം ഉണ്ടായിരുന്നു, എന്നാൽ 18 മുതലാണ് നീ കാഫിറായത് എന്ന് നമ്മളോട് പറയുമ്പം സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിൻ. നരകം നേർക്ക് നേരെ കണ്ട് നമ്മൾ നരകത്ത് പോകാൻ കാരണം 18ാമത്തെ വയസ്സിൽ ഇന്ന കൂട്ടുകെട്ടിൽ ചേർന്നതിന് ശേഷമാണ്, ഇന്ന ചങ്ങാതി ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷമാണ് എന്ന് ബോധ്യപ്പെടുമ്പം അള്ളാഹു അവനെ നമ്മളെ മുന്നിക്കണ് വെച്ചു തരും. അതോടുകൂടി നമ്മൾ ലോകത്തെ ഏറ്റവും വെറുക്കുക അവനെയായിരിക്കും. എത്രയോ സഹോദരിമാരില്ലേ, ജോലി കിട്ടി ആദ്യത്തെ 2 കൊല്ലൊക്കെ ഇസ്ലാമിക വേഷമൊക്കെ ഉണ്ടാവും, പിന്നെ അവിടുന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒരു ടീം ഉണ്ടാവും, പിന്നെ വേഷവിധാനം മാറും, അവരത്തൊക്കെ പുറത്ത് കാണാൻ തുടങ്ങും. അവരെ സ്വാഭാവികമായിട്ട് നാളെ പരലോകത്തുള്ള വിധാനമൊക്കെ എടുക്കുമ്പം ജോലി കിട്ടി ആദ്യത്തെ 2 കൊല്ലം വരെ അതിന്റെ ഉള്ളിൽ ജീവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മരിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു നിരോധിച്ച വിധത്തിൽ ആളുകൾക്ക് മുഴുവൻ ഔറത്ത് വെളിവാക്കിന്റെ കുറ്റം കാണിക്കുമ്പം നമ്മുടെ മനസ്സിൽ പടച്ചോനെ അവളയച്ചെന്ന വീഡിയോ പ്രകാരം ആ കൂട്ടുകെട്ടിലായതുകൊണ്ടാണല്ലോ ഞാൻ നരകത്ത് പോയത് എന്ന് സ്വയം ബോധ്യപ്പെടുന്ന സമയം ആ കൂട്ടുകെട്ടിനെ മുഴുവൻ നമ്മൾ വെറുക്കും. നരകത്ത് പോകാൻ, പടച്ചോന്റെ ശിക്ഷയ്ക്ക് വിധേയമാകാൻ. കല്ലാ ഇന്നഹാ ലവ്വാ നസ്സാഅത്തുൽ ലിശവ,
നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബലിഷ്ഠമായ തലയോട്ടി പോലും വെള്ളമാകുമാറ് ഭയാനകമായ നരകത്തിലേക്ക് നമ്മൾ ആപ്പതിക്കാൻ ആ ടീമിന്റെ കൂടെ ചേർന്നതിന് ശേഷമാണല്ലോ, അവന്റെ കൂടെ ചേർന്നതിന് ശേഷമാണല്ലോ, അവളുടെ കൂടെ ചേർന്നതിന് ശേഷമാണല്ലോ എന്ന് ബോധ്യപ്പെടുമ്പം പരലോകത്ത് അല്ലാഹു നമ്മുടെ മനസ്സിൽ അവരോട് അങ്ങേയറ്റം വെറുപ്പുണ്ടാക്കും. അവിടെ ഏറ്റവും വലിയ ശത്രുക്കൾ ദുനിയാവിലെ ഏറ്റവും വലിയ ചങ്ങാതിമാരായി തീരും എന്ന് ഖുർആൻ പറഞ്ഞു തരാൻ. ഇതിൽ നമ്മൾ ഉണ്ടാകരുത്. ഈ രംഗം എത്രമാത്രം ഗൗരവത്തിലാണ് ഇസ്ലാം പറഞ്ഞിരുന്നറിയോ? ഓരോ അക്ഷരമായിട്ട് പറഞ്ഞുതരാൻ. മാത്ത അഹദുൽ കാഫിറൈൻ, പടച്ചോന്റെ ദീനെതിരായിട്ട് ഇവിടെ കമ്പനിയായി കുടിച്ച് തോന്നിയാസം ചെയ്ത് വ്യഭിചരിച്ച് അവിഹിത ബന്ധമുണ്ടാക്കി നിസ്കരിക്കാതെ ദീനിയല്ലാതെ ഇതൊക്കെ അല്ലടാ ത്രില്ല് എന്നൊക്കെ പറഞ്ഞ് ജീവിച്ച ആൾക്കാരില്ലേ, അവരിൽ ഒരാൾ മരിക്കും. ശരിക്ക് കേൾക്ക, അതിലൊരാൾ മരിക്കും. വബുശ്ശിറ ബിന്നാർ, അവനോട് പടച്ചോൻ നരകത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കും. അപ്പൊ അവന് ബോധ്യപ്പെടാണ്, പടച്ചോനെ ഞാൻ എന്റെ വാപ്പാന്റെ ഉമ്മാന്റെ ഒപ്പം കൂടെ ആയിരുന്നപ്പം സ്വർഗാവകാശി ആയിരുന്നല്ലോ, ഞാനൊരു പ്രായം വരെ നല്ല പോലെ ആയിരുന്നല്ലോ, ഞാൻ സ്ഥലക്കച്ചവടം ഇങ്ങനെ നടത്തിപ്പോണ സമയത്ത് കുഴപ്പമില്ലേനി, ഓനോട് പറഞ്ഞു ഓന്റെ കൂടെ കൂടി പിന്നെ ഹലാലോ ഹറാമില്ല, അവിടെ മുതലാണല്ലോ പഴച്ചത് എന്ന് ബോധ്യപ്പെടുമ്പം ദക്കറ ഖലീല, അയാൾ അവന്റെ പഴപ്പിച്ച കൂട്ടുകാരനെ ഓർക്കും. ഫയഖൂലു, എന്നിട്ട് അള്ളാനോട് പറയും അല്ലാഹുമ്മ, ഇനി ബാക്കി കേൾക്കണം, അള്ളാനോട് പറയും അല്ലാഹുമ്മ പടച്ചോനെ ഇന്ന ഖലീലി ഫുലാനൻ കാന യഅ്മുറുനി, പടച്ചോനെ ഞാൻ നരകത്ത് പോകാനേ അവണ്ടല്ലോ ഓണ്ടല്ലോ അവനാ കൽപ്പിച്ചത് ബിമഅസിയത്തിക, നിന്നെ എതിർക്കാൻ, വമഅസിയത്തി റസൂലിക, റസൂൽ പറഞ്ഞതിനെതിരായി ജീവിക്കാൻ ഓനാ പറഞ്ഞ് അവനാ പറഞ്ഞ്. ഇവിടുന്നാടാ നമുക്ക് വേറെ സ്ഥലമുണ്ട്, ഒറ്റക്ക് പോകാം, നമ്മക്ക് പോകാം, ആരും കൂട്ടണ്ട, നമ്മക്ക് പോകാം, അവിടുന്ന് ശരിയാക്ക. ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഹറാമ് കൊണ്ടുവന്നത് ആ പൈസ ഇങ്ങനെ 5ഉം 10ഉം 1000ഉം 10,000ത്തിന്റെ ഹലാല് ഹറാമ് നോക്കി നടക്കൂലട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, ബാക്കിയുള്ളവരെ പോലെ ആകാൻ നിൽക്കണ്ട, ഇന്റപ്പം കൂടി എങ്ങനെയാണ് ഓനെന്നെ പഴപ്പിച്ചത്, അവനാന്നെ പഴപ്പിച്ചത്. അവനാണ് ഇൻസ്റ്റഗ്രാമിലും ടെലഗ്രാമിലും പുതിയ ഗ്രൂപ്പും പുതിയ ലിങ്ക് ഉണ്ടാക്കിയിട്ട് ഐക്കിന്നെ ആഡ് ചെയ്തത്. അവിടെ മുതലാണ് ഞാൻ പഴക്കാൻ തുടങ്ങിയത്. അവളാണ് അവിഹിത ബന്ധത്തിന് എനിക്ക് കാവലുന്നത്. നാട്ടിൽ ഭയങ്കര ചങ്ങായിമാരായിരിക്കും, ബാക്കിയുള്ളവർക്ക് അസൂയാവഹമായ കൂട്ടുകെട്ടായിരിക്കും. ഓല പോണ വണ്ടിയിൽ ഫുള്ള് ചങ്ങായിമാരും, നാട്ടിൽ നടക്കുന്ന എല്ലാ ടീ കോഫിയിലും ഷോപ്പുകളും ഓരോന്നിച്ചായിരിക്കും, ഡ്രസ്സ് സെറ്റപ്പായിരിക്കും, ഒക്കെ സെറ്റപ്പായിരിക്കും. പക്ഷെ പരലോകത്ത് അവര് പറയും പടച്ചോനെ എന്നെ പഴപ്പിച്ചത് ഓനാണ്. എന്നിട്ടോ വയഅ്മുറുനി ബിശ്ശർരി വയൻഹാനി അനിൽ ഖൈർ, ഓനാ പടച്ചോനെ നല്ലം പോലെ ജീവിച്ച എന്നെ നന്മക്കെതിരായിട്ടും ഷർറിന് അനുകൂലമായിട്ടും ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് അടുത്ത വാക്ക് കേൾക്കുക, അല്ലാഹുമ്മ, അതുകൊണ്ട് നാഥ ഫലാ തഹ്ദീഹി ബഅദി, ഇനി എനിക്ക് ശേഷം അവനെ നീ നന്നാക്കരുതിട്ടോ പടച്ചോനെ, ഞാൻ മരിച്ചു ഇഞ്ഞോനെ നന്നാക്കരുത്. ഹത്താ തുരിയഹു മിസ്ല മാ അറൈതനി, ഞാൻ കണ്ട എല്ലാ ശിക്ഷയും ഞാൻ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും നീ അവനെയും കാണിപ്പിക്ക്. വതസ്ഖതു അലൈഹി കമാ സഖതത് അലയ്യ, പടച്ചോനെ എന്റെ മേൽ നീ എന്തൊക്കെ കോപങ്ങൾ വിധേയമാക്കിയോ അത് മുഴുവനും നീ അവനും കൊടുക്ക്. ഒറ്റ വാക്കിൽ മനസ്സിലാകും എന്തെന്നറിഞ്ഞോങ്ങളെ, ഈ ദുനിയാവില് ബാപ്പാനി നാട്ടാരൊക്കെ എതിർത്താണ്ട് ഞങ്ങൾ ഭയങ്കരാന്നൊക്കെ പറഞ്ഞു കൂടിയ ആൾക്കാരുണ്ടല്ലോ, അവരായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ പരലോകത്ത്. അതുകൊണ്ട് എന്താ മാർഗം എന്നറിയോ? എന്താ മാർഗം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനികളിൽ നരകത്തേക്ക് വലിച്ചു കൊണ്ടുപോകണം. ഞാൻ എത്ര സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കൈയെട്ടിയിട്ട് നിസ്കരിക്കാൻ നേരത്ത് ബാക്കിലെ ഷർട്ടിന്റെ ബാക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചിട്ട് വണ്ടി കൊണ്ടുപോകണ ചങ്ങായിമാരുണ്ട്. ഒരാളിങ്ങനെ കെട്ടുമ്പോഴേ വലിച്ചോനേതാനും തോന്നിയാസിയാണ്, പക്ഷെ ആ വലിച്ചോന്റെ കൂടെ നമ്മൾ പോകുണ്ടല്ലോ, വലിച്ചോന്റെ കൂടെ പോകണ്ടല്ലോ. ഹാൻസ് വെക്കുന്നവരെ കുടിക്കുന്നവരെ അതിന് തുടക്കക്കാരല്ലേ. ആ തുടക്കക്കാരൻ മറ്റുള്ളവന്റെ ഹാൻസിന്റെയും പാൻപരാഗിന്റെയും തോന്നിവാസത്തിന്റെയും അവിഹിത ബന്ധത്തിന്റെയും അവന്റെ മതനിരാസത്തിന്റെയും തുടക്കക്കാരൻ നമ്മളാണെങ്കിൽ അവൻ നാളെ പരലോകത്ത് നമ്മളെ അള്ളാന്റെ മുന്നിൽ ഇട്ടുകൊടുക്കും. നമ്മൾ ബോധ്യം ഉണ്ടാകണം. ഇതെന്തിനാ പറഞ്ഞറിയോ? നാട്ടിൽ ഭയങ്കര സംഭവമായിട്ട് നടക്കുമ്പോൾ നമ്മൾ കരുതരുത് ഓരൊക്കെ ഭയങ്കര സംഭവമാണ്. അല്ല, അത് ദുനിയാവ് അങ്ങനെയാണ്. പരലോകത്ത് അവരായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കള്. നമ്മൾ തീരുമാനിക്കേണ്ട റസൂലുള്ളാഹിന്റെ ഹദീത്താണ്. ഇതിൽ നിന്ന് നമ്മ കിട്ടുന്ന ഗുണപാഠം അറിയോ? അൽ മർഉ അലാ ദീനി ഖലീലി, ഒരാൾ സ്വന്തം കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ഓരോരുത്തരും തീരുമാനിക്കണം ആരെ കൂടെ കൂടണം.
നമുക്ക് വ്യത്യസ്ത നാട്ടിലും വ്യത്യസ്ത സാഹചര്യ ചങ്ങായിമാരുണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, തോന്നിയാസത്തിനും വൃത്തികേടിനും ഹറാമിനും മാത്രമുള്ളൊരു ചങ്ങാത്തരം ഒരാളെ പഴപ്പിക്കും, നരകത്ത് കത്തിക്കും. നമ്മൾക്ക് നന്മക്ക് ഷെയറിടാൻ ചങ്ങായിമാര് വേണം, നമുക്ക് ദീന് പറയാൻ ചങ്ങായിമാരാണ്, നമുക്ക് മൗലവിനോടൊന്ന് ഫത്വ ചോദിക്കണ്ടെന്ന് പറയാൻ ഒരാൾ വേണം, നമുക്ക് ജുമാക്കള ഉണ്ടോ എന്ന് ചോദിക്കാൻ ഒരാൾ വേണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദീനിയായ പടച്ചോൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ചങ്ങായിമാരാണ്. സിനിമകൾക്ക് പോകാനും ലോട്ടറിന്റെ നമ്പർ നോക്കാനും പുതിയ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് അയക്കാനും ഏതെങ്കിലും പുതിയ ഡ്രസ് എടുക്കുന്നതിനെ പറ്റി മാത്രം ചർച്ച ചെയ്യാൻ അങ്ങനത്തെ ഒരു ചങ്ങാത്തരുണ്ടായാൽ പരലോകത്ത് അതിന്റെ പേരിൽ നമ്മൾ കുടുങ്ങും, ശത്രുക്കളായി മാറും. ഒന്നാമത്തെ വിഭാഗം അതാണ്. രണ്ടാമത്തെ ആരസങ്ങളെ ശരിക്ക് കേൾക്ക്. രണ്ടാമത്തത്, ചില രക്ഷിതാക്കൾക്ക് മക്കൾ കൊടിയ ശത്രുക്കളായി നാളെ പരലോകത്ത് വരും. ഞാൻ ബാപ്പയാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഈ ഇരിക്കുന്ന ഓരോരുത്തരും ബാപ്പമാരാണ്. സഹോദരിമാരെ, നിങ്ങൾ ഉമ്മമാരാണ്. ചില ഉമ്മമാരും ചില ബാപ്പമാരുടെയും കൊടിയ ശത്രുക്കളായി മക്കൾ നാളെ പരലോകത്ത് വരും. ഇതാരാന്നറിയോ? ദുനിയാവില് നമ്മുടെ മക്കൾക്ക് സ്വർഗം കിട്ടാൻ ആവശ്യമായ ഒന്നും കൊടുക്കാതെ ഈ ദുനിയാവിൽ എല്ലാ രക്ഷിതാക്കളും കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം, ഇവിടെ ജീവിക്കാനുള്ളത് മാത്രം കൊടുത്തിട്ട് മക്കളുടെ മുന്നിൽ ജീവിച്ച വാപ്പാക്കുമ്മാക്കും ഇതേ മക്കൾ നാളെ പരലോകത്ത് ശത്രുക്കളായിട്ട് വരും. ഖുർആനിന്റെ ആയത്ത് എന്താ അറിയോ? പരിശുദ്ധ ഖുർആന്റെ ആയത്ത്, ഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പരലോകത്ത് വെച്ച് പറയും. ആ സത്യനിഷേധികൾ ആരുണ്ടറിയോ? സത്യനിഷേധികൾ ആരുണ്ടറിയോ? നിസ്കാരം കറക്റ്റാകാത്ത നമ്മുടെ കുട്ടിയുണ്ട്, നമ്മുടെ കുട്ടിയുണ്ട്. സക്കാത്തിനെ പറ്റി ബോധമില്ലാതെ മരിച്ചുപോയ നമ്മുടെ കുട്ടിയുണ്ട്. നമ്മുടെ കുട്ടി പറഞ്ഞ 12-ാം വയസ്സിൽ മരിച്ച കുട്ടിയല്ല, നമ്മൾ വളർത്തിയ നമ്മുടെ കുട്ടി അവന്റെ 55-ാമത്തെയും അവന്റെ 68-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴേ നിസ്കാരത്തെ പറ്റി ക്ലിയർ ആയിട്ട് അറിവില്ല, സക്കാത്തിനെ പറ്റി കൃത്യമായിട്ട് അറിവില്ല, ഇസ്ലാമികമായ ക്ലാസോ പഠനമോ ഒന്നുമില്ല, ഖുർആൻ ഒരു തവണ പോലൊന്നും വായിച്ചിട്ടില്ല, ദീനുമായിട്ട് യാതൊരു ബന്ധമില്ല, ജോലി, ടൂറ്, ഫുഡ്, വീട്, പുതിയ ഡ്രസ്സ്, പുതിയ ഹെഡ്ഫോണ്, ബാക്കിയുള്ള ചങ്ങായിമാരൊപ്പം ടൂർ പോകുക, ഇതിന്റെ അപ്പുറം വേറൊരു ചിന്തയുമില്ലാതെ പരലോകത്തെത്തിയവർ അള്ളാഹിനോട് പറയാട്ടോ, റബ്ബന, പടച്ചോനെ, അരിന, പടച്ചോനെ ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട ആരെ, അല്ലദൈനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നി വിഭാഗത്തിൽ നിന്ന് ഞങ്ങളെ പിഴപ്പിച്ചോരെ, മനുഷ്യ വിഭാഗത്തിൽ നിന്നും ഞങ്ങളെ പിഴപ്പിച്ചവരെ നാഥ ഞങ്ങളെ കണ്ണിന്റെ മുന്നിക്ക് കൊണ്ട എന്തിനറിയോ? നജ്അൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാലിന്റെ അടിയിൽ അവിടെ തല കൊണ്ടുപോയി ഞങ്ങൾക്ക് ചവിട്ടി ഞെരിക്കാനാ പടച്ചോനെ. ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കെന്തറിയോ? വഹാദാ യശ്മലു കുല്ല മൻ ദആ ഇല ളലാല, ഒരു മനുഷ്യനെ തിന്മയിലേക്ക് ക്ഷണിച്ച എല്ലാവരും ഇതിൽ പെടും. മാപ്പാരെ, നമ്മുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ അള്ളാഹ് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഈ ദുനിയാവെന്ന് മരിച്ചു പോകുമ്പം ഇവിടുത്തെ ജോലിയും കല്യാണവും ഇവിടുത്തെ ഡ്രസ്സും മാത്രം ദീനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കാതെ പോയാൽ അതേ മക്കൾ നാളെ പരലോകത്ത് നിന്നിട്ട് പറയും, പടച്ചോനെ ഞങ്ങൾ നിസ്കരിക്കാത്തതിന്റെ ഒരു കാരണം ബാപ്പിയമ്മയാണ്. ഇത് ശരിക്ക് കേൾക്കണം കേട്ടോ. ഞങ്ങൾ ദീനിയായി ജീവിക്കാത്തതിന്റെ ഒരു കാരണം ബാപ്പിയമ്മയാണ്. ഞങ്ങൾക്ക് ക്ലാസിനോട്, ഖുർആൻ പഠനത്തിനോട്, പ്രസ്ഥാന പ്രവർത്തനത്തിനോട് ഒക്കെ വെറുപ്പുണ്ടായത് ബാപ്പാക്കുമ്മാക്ക് അതിനോട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ചർച്ചല്ല, ഞങ്ങളുടെ വീട്ടിൽ അതിനെപ്പറ്റി മുഴുവൻ നെഗറ്റീവാണ്. എന്നാൽ നാട്ടിലുള്ള എല്ലാ ബാക്കിയുള്ള വിഷയത്തെ പറ്റിയിട്ടും ബാപ്പാക്കുമ്മാക്ക് കാഴ്ചപ്പാടുണ്ടായിനി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വളർന്നു നാഥ, അതുകൊണ്ട് ഞങ്ങൾ പിഴച്ചു. അതുകൊണ്ട് പിഴപ്പിക്കലിന്റെ ഒന്നാമത്തെ കാരണമായ ദീന് പറഞ്ഞു തരാതെ, ദീന് ശ്രദ്ധിക്കാതെ, ദുനിയാവ് മുഴുവൻ പറഞ്ഞെന്ന് ഞങ്ങളെ വളർത്തി വലുതാക്കിയ വാപ്പാനിമാനും കാലിന്റെ താഴത്തേക്ക് പടച്ചോനെ കൊണ്ടുവാ, അവിടെ തല ചവിട്ടി ഞങ്ങൾക്ക് താഴ്ത്താനാണ് നമ്മളെ പറ്റി പറയരുത്. വാപ്പാരെ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, നമ്മളെ മക്കളെ വളർത്തുമ്പം ദുനിയാവ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, കടം വാങ്ങണത്, ഗൾഫ് പോണത്, നമ്മൾ കരയണത്, നമ്മളെ നാട്ടിൽ മുഴുവൻ ഈ അധ്വാനിക്കുന്നത് മുഴുവൻ ഉമ്മാരെ നിങ്ങളൊക്കെ ഈ കഷ്ടപ്പെടുന്നത് അവനാന്റെ മക്കൾ നല്ല പോലെ പറയാനാണ്, അവർക്കൊരു സന്തോഷം ഉണ്ടാകാനാണ്. ദുനിയാവെന്ന് തന്നെ ഓല് പറയണത്
ബാപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾ ഇഷ്ടല്ല, ഞങ്ങൾക്ക് ഓലി ഇഷ്ടല്ല എന്നാണ്. അപ്പൊ നമ്മൾ ആകെ പ്രതീക്ഷ പരലോകത്തിനൊക്കെ കൂലിണ്ടാവുന്നതാണ്. പരലോകത്തുകൂടി അവർ നമ്മൾക്കെതിരെ അള്ളാനോട് എതിര് പറയുകയാണെങ്കിൽ, അവരെ വളർത്തിന്റെ പേരിൽ നമുക്ക് നരകം കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടരെ ഇങ്ങനെ ജീവിക്കണേ? ഇങ്ങനെ എന്തിനാ ജീവിക്കണേ? ഇതിനൊരു മാറ്റം ഉണ്ടാണ്ടേ? അതിന് കാഴ്ചപ്പാട് മാറണം. ഞാൻ എല്ലാ ഖുത്ബയിലും പറഞ്ഞ പോലെ ദീൻ മനസ്സിലേക്കാണെങ്കിൽ കാഴ്ചപ്പാടാണ് മാറേണ്ടി. എന്താണ് ആ കാഴ്ചപ്പാട്? അള്ളാന്റെ ചോദ്യം അതാണ് കാഴ്ചപ്പാട്. അള്ളാന്റെ ചോദ്യം എന്താണ്? അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. യഅഖൂബ് നബി എന്ന് പറയുന്ന വാപ്പ മരിക്കാൻ നേരത്ത് മക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടി. എന്നിട്ട് മരിക്കണിന്റെ തൊട്ട് മുന്നേ ഉറപ്പ് വരുത്തി മരിച്ചുപോയി. എന്ത്? മുഴുവൻ മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഖാലലി ബനി മാ തഅബുദു മിൻ ബഅദി. മക്കളെ, വാപ്പ മരിക്കാൻ. ഇനി വാപ്പാന്റെ മരണശേഷം നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കും? ഏത് ദീനനുസരിച്ച് ജീവിക്കും? നഅബുദു. മുഴുവൻ മക്കളും പറഞ്ഞു, വാപ്പ ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇലാഹക് വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദൻ വ നഹ്നു മുസ്ലിമൂൻ. വാപ്പ ഞങ്ങൾ തൗഹീദിലുണ്ടാകും, ഇസ്ലാമിലുണ്ടാവും. ഇതെന്തിനാ ഖുർആൻ പറഞ്ഞെന്നറിയോ? വാപ്പാരെ, ഉമ്മാരെ, നമ്മളെ മഹലിൽ നിന്ന് നമ്മൾ മരിച്ചു പോകുമ്പം മക്കളുടെ കല്യാണം നമ്മൾ വിചാരിച്ച പോലെ നടക്കാം, ചിലപ്പോൾ നടക്കാതെക്കാം. അത് അള്ളാന്റെ അക്കലാണ്. അധ്വാനിക്കണം, പക്ഷെ ഖള അള്ളാന്റെ അക്കലാണ്. നമ്മൾ വിചാരിച്ച പോലെ പൂർണ്ണ ആരോഗ്യന്മാരാകാം, ചിലപ്പോൾ വൈകല്യമുണ്ടാകാം, അള്ളാന്റെ അക്കലാണ്. നന്നായി പഠിക്കാം, അതിൽ വ്യത്യസ്തമായ മാർക്കുകൾ കുറവുണ്ടാകാം, പടച്ചോന്റെ അക്കലാണ്. ജോലിന്റെയിലൊക്കെ. പക്ഷെ ഒരു കാര്യം, അത് നമ്മളേക്കലാണ്. അതെന്താണെന്നറിയോ? മരിക്കണീന്റെ മുന്നേ ആ കുട്ടികൾക്ക് സ്വർഗം കിട്ടാനുള്ള വഴി കാണിച്ചു കൊടുക്കൽ അള്ള നമ്മളെ ഏൽപ്പിച്ചതാണ്. പഠിപ്പിക്കണീന്റെയും കല്യാണത്തിന്റെയും ഡ്രസ്സിന്റെയും ആനന്ദത്തിന്റെ ഇടക്ക് സ്വർഗം മറന്നുപോയാൽ ആ മക്കൾ നമുക്കെതിരാകും. നരകമോചനം നമ്മളെ ഏൽപ്പിച്ചതാണ്. ഇത് പഠിപ്പിക്കാൻ മറന്നുപോയാൽ മക്കൾ നമ്മൾക്കെതിരാകും. പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാൻ അവരെ പ്രേരിപ്പിക്കാനുള്ള പഠനം നടത്തേണ്ടത് ബാപ്പിമ്മിയായ നമ്മളാണ്. അതിന് നമുക്ക് നേരല്ലെങ്കിൽ, അശ്രദ്ധമാണെങ്കിൽ അതേ മക്കൾ നമുക്കെതിരാകും. നമ്മുടെ മനസ്സിലുണ്ടാകണം. എത്ര മക്കൾ പറയലുണ്ടറിയോ? ഞാൻ ഇന്ന് ഖുർആൻ ഓതുണ്ടെങ്കിൽ എന്റെ വാപ്പാന്റെ ഒരു കാലത്തെ ഷാഠ്യാണ് മൗലവി. അത് അന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ബാപ്പ പറയും, ഖുർആൻ ഒരു പേജ് ഓതാതെ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട. അന്ന് വെറുപ്പാണെങ്കിൽ ഇന്ന് ആ വാപ്പാൻ ഇഷ്ടത്തിൽ ഓർക്കാൻ. എത്ര സഹോദരിമാർ പറയും, ഇസ്ലാമികമായിട്ട് എവിടെ ഉണ്ടെങ്കിലും വെള്ളിയാഴ്ച ജുമാക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടെങ്കിലും പോകാൻ കാരണം ഉമ്മ ആ വിഷയത്തിൽ കാണിപ്പിച്ച താല്പര്യാണ്. അത് വാപ്പിമ്മി നൽകുന്ന താല്പര്യാണ്. എവിടെ പോയാലും അള്ളാന്റെ ദീൻ ഉപേക്ഷിക്കരുത് എന്ന് വാപ്പാന്റെയൊന്നും ഉമ്മാന്റെയൊന്നും പഠിച്ച കുട്ടികൾ അവർ നാളെ പരലോകത്ത് ബാപ്പാക്കും ഉമ്മാക്കും അനുകൂലാകും. അല്ലെങ്കിലോ എത്ര മക്കൾ രക്ഷിതാക്കൾ, എത്ര മക്കൾ ബാപ്പിമ്മീൻ ചെറുപ്പത്തില് എല്ലാ കാര്യവും പറഞ്ഞു. ദീനിന്റെ ഒരു കാര്യത്തിൽ ഞങ്ങൾ അടുപ്പിച്ചില്ല. പറഞ്ഞാൽ പഠനം പറയും, അതിൽ ഏറ്റവും മികച്ച കോഴ്സ് തിരഞ്ഞെടുക്കും, അതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പൈസ എവിടെയാ നോക്കും, ഇവിടുന്ന് പഠിച്ചാൽ എവിടേക്ക് പോയാലാ ജോലി ഒക്കെ നോക്കും. പക്ഷേ ഒരു ക്ലാസ്സിലേക്ക്, ഒരു നിസ്കാരത്തിന്, നിങ്ങൾക്ക് അറിയാം 5 വക്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഫാത്തിഹ മുതൽ വേണ്ട വജ്ജഹത്ത് മുതൽ സലാം വരെയുള്ള നിസ്കാരത്തിന്റെ പ്രാർത്ഥന സ്വന്തം കുട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ചൊല്ലിപ്പിക്കാത്ത ബാപ്പിമ്മി ഉണ്ടെങ്കിൽ ആ ബാപ്പിമ്മി എന്താ നാളെ പരലോകത്തെന്ന് പറയാ? ഓൻ അത്തഹിയാത്തിൽ, നമ്മളെ കുട്ടിക്ക് അത്തഹിയാത്തിന്റെ പ്രാർത്ഥന കിട്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ സൗങ്ങളെ എങ്ങനെയാ പരലോകത്ത് പോവുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ചിന്തിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞേ. എന്റെ കുട്ടിക്ക് ഞാൻ മരിച്ചാൽ ഈ പള്ളിയിൽ കൊണ്ടുവന്നാൽ നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ 4 തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ബാപ്പാരെ 65 വയസ്സ് 55 വയസ്സ് നമ്മൾ ജീവിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് അത് കൊടുത്തിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ നമ്മൾ ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് മോശാക്കി പറയില്ല. നമ്മളിതൊക്കെ ചെയ്യാത്തീന് കാരണം എന്താ അറിയോ? എന്റെ കുട്ടിക്ക് വെറുപ്പുണ്ടാവും, എന്റെ കുട്ടിക്ക് സങ്കടം ഉണ്ടാവും, ഓൾക്ക് ഇന്നോട് ഇന്നെപ്പറ്റി മോശം ഉണ്ടാകരുത്. അള്ള നേർക്ക് നേരെ പറഞ്ഞു തന്നു. ഇവിടുന്ന് നമ്മുടെ കുട്ടികൾ നമ്മളോട് തെറ്റും, ഓല് നമ്മളോട് അനിഷ്ടം ഉണ്ടാകും, ഓൾക്ക് നമ്മളോട് വെറുപ്പുണ്ടാകും എന്ന് വിചാരിക്കണ വാപ്പാരെ ഉണ്ടാവില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പക്വതയ്ക്കെത്തിയാൽ ദീന് പഠിപ്പിച്ച വാപ്പാനിമ്മാനും അവരാദരിക്കും, ഇഷ്ടപ്പെടും. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കും.
തിരിച്ചു പ്രാർത്ഥിക്കും. ആർക്കെന്നറിയോ? ഒരു പ്രായത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കയറും. അപ്പോൾ ചിന്തിക്കും, പടച്ചോനെ, ബാപ്പിയും ചെറുപ്പത്ത് പഠിപ്പിക്കാത്തതാണല്ലോ ഇത്രയും കാലം നിസ്കാരം പോലും തെറ്റിയത്. ഇമ്മിൻ ബാപ്പി നേരാമണ്ണം ദീനിയായി വളർത്താത്തതുകൊണ്ടാണല്ലോ എന്റെ ജീവിതത്തിലും എന്റെ മക്കളുടെ ജീവിതത്തിലും ഇതുപോലെ ദീനിയായി ജീവിക്കാൻ കഴിയാഞ്ഞത്. ബാപ്പിയും നല്ല പോലെ ദീന് പറഞ്ഞുതരാത്തോണ്ടാണല്ലോ പടച്ചോനിന്റെ സാമ്പത്തികത്തിൽ ഈ പിശുക്കത്തരം വന്നത്. ബാപ്പിയും നല്ല പോലെ എന്നെ വളർത്താത്തതുകൊണ്ടാണല്ലോ പടച്ചോന് ഇന്ന് വരെ റമദാനല്ലാതെ സുബഹിക്ക് എഴുന്നേക്കാൻ കഴിയാത്തത്. അവരാ വാപ്പാക്കുമ്മാക്കും വേണ്ടി മനസ്സിൽ വെറുപ്പ് കാത്തു സൂക്ഷിക്കും. അത് പരലോകത്ത് പ്രകടാവും. അതിൽ നമ്മൾ പെടരുത്. വളരെ ഹൃദയത്തുനിന്നാ പറയണത്. ദുനിയാവിൽ കട്ടച്ചങ്കുകളായി പോണ ബാപ്പി മക്കളുണ്ടാവും, നല്ലതാണ്. പക്ഷെ ആ കട്ടച്ചങ്കിന്റെ ബേസ് ദീനീ വിരുദ്ധതയാണോ മതം പറയായികയാണോ എങ്കിൽ അറിയുക, അവർ നാളെ അള്ളാഹിനോട് പറഞ്ഞ വാചകം വീണ്ടും 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 പറയാൻ. അള്ളാഹിന്റെ വാക്ക് ഫനജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ, അവരെ ഞങ്ങളുടെ കാലിന്റെ അടിക്ക് കൊണ്ടുപോവാ പടച്ചോനെ, ഞങ്ങൾ നരകത്ത് പോകാൻ കാരണം അവരാണ് എന്ന് പറയും. ഇത് നമ്മളെ പറ്റി ഉണ്ടാകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന കാര്യം, ദുനിയാവിൽ വളരെ അടുപ്പത്തിൽ ജീവിച്ച ആളുകൾ പരലോകത്ത് ശത്രുക്കളാകും എന്ന് ഖുർആനും ഹദീസും നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. ഇതിലൊന്ന്, തെറ്റിന്റെ പേരിൽ ചങ്ങാതിമാർ. രണ്ട്, ദീൻ പഠിപ്പിക്കാതെ ഇവിടെ സുഖലോലുപരായി ജീവിച്ച വാപ്പി മക്കളും. വാപ്പി മക്കൾ എന്ന് പറഞ്ഞാൽ വാപ്പിമ്മയും മക്കളും നേരെ മക്കളെതിരാവും. ഒന്നുകൂടി പറയാണ്, ദുനിയാവിലോ അവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ, പരലോകത്ത് ഇതിന്റെ പേരിൽ നരകത്ത് പോവുകയാണെങ്കിൽ നമ്മളത്ര വിഡ്ഢികളില്ല. ഒരുപാട് സംവിധാനമുണ്ട്. നമ്മുടെ മക്കളെ ദീനിന്റെ ഭാഗത്തേക്ക് നിർബന്ധിച്ചിട്ടാണെങ്കിൽ എത്തിച്ചോളി, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മൂന്നാമത്തത് ആരറിയും? മൂന്നാമത്തത് നേതാക്കന്മാരും അവരെ അന്ധമായി പിൻപറ്റുന്ന അനുയായികളും. ഖുർആനിന്റെ എത്ര ഗൗരവമുള്ള ആയത്തർശങ്ങളെ നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് സ്വർഗം കിട്ടാൻ, ഇത് ഈ പരിണങ്ങളെ മനസ്സിലുണ്ടാണ്, നമ്മളൊക്കെ മനസ്സിലുണ്ടാണ്. നമ്മക്ക് സ്വർഗം കിട്ടാൻ അള്ളാഹു നമ്മൾ കേൾപ്പിച്ചെന്ന രണ്ട് കാര്യമാണ്. എല്ലാ പ്രസംഗങ്ങളും നമ്മൾ കേൾക്കുന്നതാണ്. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. അതിൽ പറഞ്ഞ വാക്കുന്നത് ലൻ തദില്ലു, നമ്മളൊരിക്കലും പിഴക്കൂല, ഒരിക്കലും പിഴക്കൂല. എപ്പം? ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചാൽ. ആര് പഴച്ചു എന്ന് പറഞ്ഞാലും, ഒന്ന് കിതാബ് അല്ലാഹ് വസുന്നത്ത് റസൂൽ, ഒന്ന് അള്ളാഹുവിന്റെ ഖുർആൻ, രണ്ട് പ്രവാചകന്റെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടിലും ഉള്ള കാര്യം ആര് പറഞ്ഞാലും സ്വീകരിക്കണം. ശരിക്കും ഞാൻ പറഞ്ഞ കേൾക്കണം കേട്ടോ. ഇത് രണ്ടിലും ഇല്ലാത്തൊരു കാര്യം ഈ നാട്ടിലത്തെ 1000 ആൾക്കാർ പറഞ്ഞാലും നമ്മൾ ഒറ്റക്കാണെങ്കിലും ഒറ്റക്ക് നെഞ്ചും വിരിച്ചു നിൽക്കണം. ഖുർആനും ഹദീസിലും നമ്മൾക്ക് 100% അള്ളാഹും റസൂലും പറഞ്ഞൊരു കാര്യം ആരും അതിന് സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ നിൽക്കണം. അതിനെതിരായി ഈ നാട് മൊത്തം പറഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകരുത്. പക്ഷേ നമ്മൾ നിൽക്കുന്നത് ഖുർആനും ഹദീസും നമ്മളോട് പറഞ്ഞതാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാണ്. അതില്ലെങ്കിലോ നമ്മൾ ബാക്കിയുള്ള നേതാക്കന്മാരെയും പ്രഭാഷകന്മാരെയും ശൈലി വെച്ച്, വേഷം വെച്ച്, ഈണം വെച്ച്, പ്രസ്ഥാനം വെച്ച് നമ്മൾ കൂടെ കൂടും. അത് വലാലത്തേക്ക് എത്തിക്കും, നരകത്തേക്ക് എത്തിക്കും. ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, വളരെ ലളിതമായി. ഇപ്പം തൗഹീദി കുടുംബത്തിലല്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഭാര്യ വീട്ടുകാര്, ഭർത്താവിന്റെ വീട്ടുകാര്, ചങ്ങായിമാരൊക്കെ, നിങ്ങൾ അവരോട് അല്ലല്ലാത്തവർക്ക് നേർച്ച നേർന്ന ഭക്ഷണം കഴിക്കരുതെന്ന് ഇഷ്ടത്ത് പറഞ്ഞു നോക്കി. പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഭക്ഷണം നമ്മൾക്കടാ അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നോക്കി. അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾ മരിച്ച വീട്ടിൽ നടക്കുന്ന ആണ്ടടക്കം ഓരോന്നും എടാ നമ്മക്കത് ചെയ്യാൻ പാടില്ലടാ എന്ന് ഇഷ്ടത്തിലൊന്ന് പറഞ്ഞു നോക്കി. അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത മിഅ്റാജിന്റെയും ബറാഅത്തിന്റെയും നോമ്പും ആഘോഷങ്ങളും പാടില്ല എന്ന് പറഞ്ഞു നോക്കി. ഒറ്റ വരികൾക്ക് പറയാണ്ടാകുക, എടാ ഈ ഹദീസിൽ ഉണ്ടല്ലോ, ഖുർആനിൽ ഉണ്ടല്ലോ എന്നാണ് പറയാ. അല്ല, മാ വജദ്നാ അലൈഹി ആബാന,
എടാ അതൊക്കെ എത്രങ്ങാനും കൊല്ലായി, എത്രങ്ങാനും കാലായി നമ്മളെ നാട്ടിൽ ഉസ്താദുമാരും മൗലിമാരും പണ്ഡിതന്മാരും ഞങ്ങളെ മഹല്ലും ചെയ്യണ്. എല്ലാവരും പാടെ കണ്ട് നരകത്ത് പോവുകയെ. ഈ വാചകല്ല അല്ലാഹ് പറഞ്ഞ് ഖാലു, അവര് പറയും ബൽ നത്തബിഅ, ഞങ്ങൾക്ക് അതിന്റെ ആയത്തോ ഹദീസൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾ പിൻപറ്റുന്നത് മാ വജദ്ന അലൈഹി ആബാന, ഞങ്ങളെ വാപ്പാര് ഉസ്താദുമാര് പണ്ഡിതന്മാര്. എടാ ആയിക്കോട്ടെ, പണ്ഡിതന്മാര് ചെയ്തോട്ടെ, പക്ഷെ അതിനെന്താണ് തെളിവ് എന്ന് കാണിച്ചു തരും. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമല്ല. അതാണ് അറിയേണ്ടി. അതിനാണ് അല്ലാഹ് എന്ത് പറഞ്ഞറിയോ? ഓരോരുത്തരെ പേര് വിളിച്ചിട്ട് മുഹമ്മദേ ആത്തിഹിം യൗമൽ ഖിയാമത്തി ഫർദ, നീ ഒറ്റക്കാണ് പരലോകത്ത് വരിക. ബാപ്പി ഇമ്മി അളാപ്പി മൂത്താപ്പി ഉസ്താദുമാരും ഉണ്ടാവില്ല, ഒറ്റക്കാണ് വരിക. എന്നതിന്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ വിശ്വസിച്ച ആദർശം അള്ളാന്റെ മുന്നിൽ ഞാൻ ഒറ്റക്കാണ് അള്ളാന്റെ മുന്നിൽ തെളിയിച്ചു കൊടുക്കേണ്ടി വരിക. റബീഉൽ അവ്വൽ ആഘോഷിക്കുന്ന അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞൊരു ഒരാള് ഞാൻ എന്തുകൊണ്ട് ആഘോഷിച്ചു എന്ന് അള്ളാന്റെ മുന്നിൽ അയാൾ വ്യക്തിപരമായി തെളിയിക്കണം. ആ യഖീനിലാ ജീവിക്കേണ്ടി. ഇത് ഓരോ വിഷയത്തിലും ഇവിടുന്ന് മാറി പണ്ഡിതന്മാരുടെ ഖൗലിലേക്ക് നമ്മൾ പോയാൽ, ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത കാര്യത്തിന് ബാക്കിയുള്ളവരിലേക്ക് പോയാൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും, സംഘടനകൾ വർദ്ധിക്കും, ആളുകൾ ഓരോന്നിന്റെയും പിന്നാലെ പോകും. നമ്മുടെ നാട്ടിൽ സ്ത്രീ പള്ളി പ്രവേശന ചർച്ച ഉണ്ടായില്ലേ? ഖുർആൻ ഒരു തവണ ഇങ്ങനെ ഓതിയാൽ ഖുർആനിൽ ആകെ പേര് നേർക്ക് നേരെ പറഞ്ഞത് മറിയം ബീവിന്റെ മാത്രമാണ്. മറിയം ബീവിന്റെ പേര് മാത്രം, ലോകത്തൊരാളുടെ പേരും സ്ത്രീയുടേത് അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഇമ്രഅത്തു ഫിർഔൻ, ഫിർഔന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമ്രഅത്തു ലൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നേർക്ക് നേരെ പറഞ്ഞിട്ട് ഒരു അധ്യായത്തിന് പേര് അല്ലാഹ് കൊടുത്തു മറിയം. ആ മറിയം ബീവിന്റെ ജോലി എന്തേനു? ബൈത്തുൽ മുഖദ്ദസ് പരിപാലിക്കുക, പള്ളി പരിപാലന ജോലി. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ ജീവിച്ച്? പള്ളിന്റെ ഉള്ളില്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹ് ഭക്ഷണം എവിടെ ഇറക്കി കൊടുത്തത്? പള്ളിന്റെ മിഹ്റാബിക്ക്. അന്നാലക്കിഹാദ, സക്കരിയാനെ പേര് മിഹ്റാബിൽ ഭക്ഷണവുമായി നിൽക്കുന്ന മറിയം ബീവിനെ കണ്ടപ്പോ ചോദിച്ചു, മറിയം ഇത് എവിടുന്നാ നിനക്ക്? അള്ളാഹു ഇറക്കി തന്നതാണ്, ഖുർആനിലെ ആയത്താണ്. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്കെന്താ? പള്ളിന്റെ പുറത്ത് കറിഞ്ഞതാണോ? അല്ല. യാ മറിയം ഇഖ്നുതി ലിറബ്ബിക് വസ്ജുദി വർക്കഇ മഅറാഖീൻ, റുക്കൂഉം സുജൂദും ചെയ്യുന്നവരുടെ കൂടെ നീയും റുക്കൂഉം സുജൂദും ചെയ്യ്. ആ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒറ്റത്തവണ വായിച്ചാൽ ഒരു സഹോദരിക്ക് പള്ളിക്ക് പോകാൻ പറ്റുമോ, ഇബാദത്ത് എടുക്കാൻ പറ്റുമോ, നിസ്കരിക്കാൻ പറ്റുമോ, ജുമാക്ക് വരാൻ പറ്റുമോ? വേറെ ചർച്ചക്ക് വകുപ്പില്ലല്ലോ. പിന്നെന്താ? അത് ഞങ്ങളെ മദ്രസയിൽ അങ്ങനെ പഠിപ്പിക്കണ്, ഞങ്ങൾ ഉസ്താദന്മാരെങ്ങനെ പറയണത്. സോങ്ങളെ, ഈ ആളുകൾ ശരിക്കും കേൾക്കണം. ഈ ആളുകൾ നാളെ പരലോകത്ത് എത്തും. അള്ളാന്റെ മുന്നിൽ ശിർക്ക് അല്ലാഹ് തെളിയിക്കാൻ വേണ്ടി പറയും. ബിദ്അത്തിന് അല്ലാഹു തെളിവ് ചോദിക്കും, കുഫറിന് അല്ലാഹ് തെളിവ് ചോദിക്കും. അപ്പോൾ പണ്ഡിതന്മാരുടെ പേര് പറയുമ്പം അല്ലാഹു പറയും, അവർ നിങ്ങളോട് പറഞ്ഞത് കളവാണ്. ആ സമയത്ത് അനുയായികൾ പറയുന്ന വാക്കാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തെന്നറിയോ? യൗമ തുഖല്ലബു ഫുജൂഹും ഫിന്നാർ, നരകത്തിൽ ചില മനുഷ്യരെ അവരെ അല്ലാഹു ശിക്ഷിക്കുന്ന സമയത്ത് യഖൂലൂന, അവർ പറയും, യാ ലൈതനാ അതഅന അല്ലാഹു വഅതഅന റസൂല, അല്ലാഹും റസൂലും പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ. എന്തേ പഴക്കാൻ കാണുന്നറിയോ? ഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീല. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഉസ്താദുമാർ, പ്രഭാഷകന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അവരാണ് ഞങ്ങളെ പഴപ്പിച്ചത്. അതുകൊണ്ട് നാട്ടിൽ അവർ കമ്പനിയാണ്. നാട്ടിൽ ഉസ്താദിന്റെ തോളത്തുനിന്നൊരു സാധനം വീണാൽ ഉസ്താദിനെ കുമ്പിടാൻ അയക്കാത്ത വിധം എടുത്തുകൊടുത്തിരുന്നു, ഇഷ്ടം കൊണ്ടായിരുന്നു. പക്ഷെ പരലോകത്ത് എന്തേന്നറിയോ? അല്ലാണ്ട് അടുത്ത് പറഞ്ഞ വാക്കെന്തറിയോ? റബ്ബനാ, അല്ലാഹുവേ, ആതീഹിം ദിഅഫൈനി മിനൽ അദാബ്, അവർക്ക് നാഥ ഞങ്ങളുടെ ഇരട്ടി ശിക്ഷ കൊടുക്കണം. വഅൽഅനഹും ലഅനൻ കബീറ, അവരെ നാഥ നീ വലിയ ശാപം ശപിക്കണം. ദുനിയാവിലെ ഏറ്റവും വലിയ കമ്പനിക്കാർ, ദുനിയാവിലെ ഏറ്റവും വലിയ സംഘബോധമുള്ളവർ, അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനമില്ലെങ്കിൽ പരലോകത്തവരായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ. നമ്മളെ പറ്റിയിട്ടാണ് ആലോചിക്കേണ്ടി. സഹോദരങ്ങളെ, തൗഹീദൊക്കെ നമ്മൾ കറക്റ്റിൽ ജീവിക്കണം കേട്ടോ. ഞാൻ തൗഹീദി കുടുംബങ്ങളോട് പറയാൻ, തൗഹീദിലൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്ക് പരലോകത്ത് നമുക്ക് തെളിയിക്കേണ്ടി വരും. ഇഷ്ടത്തിലാ പറഞ്ഞത്. ആളൊഴിഞ്ഞ സ്ഥലത്ത് പടച്ചോനല്ലാത്ത, അല്ലാഹുവല്ലാത്ത മറ്റൊരാളെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ
ചെയ്യരുത് എന്ന് പറയുന്ന പോലെ ചെയ്താൽ വിജനമായൊരു സ്ഥലത്ത് പടച്ചോനല്ലാതെ മൺമറഞ്ഞു പോയവരെ, മലക്കുകളെ, ജിന്നുകളെ വിളിക്കാൻ പാടില്ല, വിളിക്കരുത് എന്ന് പറയും പോലെ അവിടെ വിളിച്ചാൽ, മൺമറഞ്ഞു പോയവരെ വിളിച്ചാൽ ശിർക്കാണെങ്കിൽ, അവിടെ മലക്കിനെയും ജിന്നിനെയും വിളിച്ചാൽ ശിർക്കല്ല എന്നാണ് നമ്മുടെ വാദമെങ്കിൽ, പരലോകത്ത് ഒറ്റക്ക് തെളിയിക്കണം, ആയത്ത് കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ പരലോകത്ത് പടച്ചോനെ അതൊക്കെ ഇവര് പറഞ്ഞതാണ്, ഇവർ ഞങ്ങളോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പടച്ചോനെ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം, എന്നെ പഴപ്പിച്ചതിനും നാട്ടുകാരെ പഴപ്പിച്ചതിനും. ബോധത്തിൽ ജീവിക്കണം. നമ്മൾ പറയുന്ന വാക്കും നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനും നമ്മൾ മാത്രമാണ് മസ്ഊലിയത്ത്. അതുകൊണ്ടാ വീണ്ടും അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ഒറ്റക്കാണ് വരിക, ഒറ്റക്കാണ് വിചാരണ, ഒറ്റക്കാണ് വലത് കൈയും ഇടത് കൈയും, ഒരാളും ഉണ്ടാവുകയില്ല. ലൈസ ലഹും, അവർക്കുണ്ടാവുകയില്ല, നസീറും വലാ ശഫീഅ, ശുപാർശകനോ സഹായിയോ ഉണ്ടാകൂല. ഇത് നമുക്കറിയണം. സോളെ ബാക്കി നമുക്ക് പിന്നീട് പറയാം. 3 വിഭാഗം പറഞ്ഞത്. ഒന്ന്, ദുനിയാവിൽ ഹറാമിന്റെ പേരിൽ കമ്പനിയാകുന്നവർ. പെൺകുട്ടികളെ, നിങ്ങൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ 2-3 ആൾക്കാരും നിങ്ങളെ കാവലിക്കുമല്ലോ, വരുന്നുണ്ടോ നോക്കാൻ. ഇവിടെ നിങ്ങൾ ഭയങ്കര കമ്പനിക്കാരായിരിക്കും. പരലോകത്ത് നിങ്ങൾ പരസ്പരം നരകത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാന്റെ മുന്നിൽ ശത്രുക്കളാകും. രണ്ടാമത്തത്, ദീൻ പഠിപ്പിക്കാതെ, സാഹചര്യത്തിലേക്ക് എത്തിക്കാതെ, ദുനിയാവും ഇതിന്റെ രസവും, ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ ടൂറും, ഇവിടുത്തെ മേക്കപ്പും മാത്രാക്കിയിട്ട് മക്കളെ വളർത്തിയ വാപ്പാക്കും വാക്കും, പരലോകത്തിന് ഇതേ മക്കൾ ആ വാപ്പിമ്മിങ്കാരനാണ് ഞങ്ങൾക്ക് ദീന് പഠിക്കാൻ കഴിയാതിരുന്നത്, അതുകൊണ്ട് നരകത്തിലേക്ക് അവരെ ആദ്യം പറഞ്ഞയക്കണം എന്ന് മക്കൾ ബാപ്പാക്കും മാക്കും എതിര് പറയും. അല്ലെങ്കിൽ നമ്മൾ പെടരുത്. മൂന്നാമത്തേത്, നമ്മൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ആരുടെയും വാക്കുകൾ കേൾക്കാം, പക്ഷെ അതിന്റെ അസിൽ ഇതാകണം. അവിടെ നിന്ന് മാറി ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, വിശ്വാസങ്ങളിൽ നമ്മൾ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ ഖുർആനിനും ഹദീസിന്റെയും മുകളിൽ കൃത്യതയില്ലാത്ത വാദങ്ങളിൽ നമ്മൾ പിൻപറ്റിയാൽ, അവരുടെ വാക്ക് കേട്ട് പിഴച്ചുപോയാൽ, അവർ നാളെ പരലോകത്ത് രണ്ടുപേരും, അനുയായിയും അതുപോലെ അതിലേക്ക് നയിച്ച പണ്ഡിതനും പരസ്പരം ശത്രുക്കളാകും എന്ന് പഠിപ്പിച്ചു. ഇതിൽ നമ്മൾ പെടരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വിശ്വാസങ്ങളിലും ഞങ്ങളുടെ കർമ്മങ്ങളിലും എല്ലാം നാഥ ഇസ്ലാമിന്റെ അടിസ്ഥാനം കാത്തു സൂക്ഷിച്ച് സ്വർഗാവകാശിയായി ജീവിക്കുവാനും അപ്രകാരം മരിക്കുവാനുമുള്ള തൗഫീഖ് നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ചങ്ങാതിമാരിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ നേതാക്കന്മാരിൽ നാഥ നീ ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഒരിക്കലും പരലോകത്ത് ശത്രുക്കളാകുന്ന ചങ്ങാതിമാരോ, പരലോകത്ത് ശത്രുക്കളാക്കുന്ന മാതാപിതാക്കളും മക്കളോ, പരലോകത്ത് ശത്രുക്കളാക്കുന്ന അനുയായി നേതാക്കന്മാരുടെ കൂട്ടത്തിലോ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാഥ നീ അതിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ ഒരുപാട് ആളുകൾ ശാരീരികമായി, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, കുടുംബപരമായി, വൈവാഹികപരമായി ബുദ്ധിമുട്ടുന്ന ആളുകളുടെ നാഥ, കടം വാങ്ങിയതിന്റെ പേരിൽ തിരിച്ചടക്കാൻ ആഗ്രഹിച്ചിട്ടും പ്രയാസപ്പെടുന്ന ആളുകളുടെ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും അതിൽ ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ, വിദേശ നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് നാഥ ഈ നാട്ടിൽ സമാധാനത്തോടെ ജനസേവനം ചെയ്യുവാനും
ജനങ്ങൾക്കിടയിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ഇസ്സത്തും അഭിമാനബോധവും ഖുദ്റത്തും നാഥ നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.